ലാഗാണ് പടം. ഞാൻ തെലുങ്കാണ് കണ്ടത്, ഉഗ്രൻ സിനിമ. പ്രശാന്ത് നീലിന്റെ അടുത്ത സംരംഭമായ സലാർ, പാൻ ഇന്ത്യൻ സ്റ്റാറായ പ്രഭാസ്, മലയാളത്തിന്റെ കോരിത്തരിപ്പായ പൃഥ്വിരാജ്, എന്തായിരിക്കും അവരുടെ പെർഫോമൻസ്? നമുക്ക് നോക്കാം. പടം നമ്മൾ ഒരുപാട് ഹൈപ്പും എക്സ്പെക്ടേഷനും വെച്ച് കുറച്ചൊന്ന് ഡിം ആയിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റ് ആവുന്നതിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് ഹാഫില് ഫൈറ്റ്സ് ഒരുപാട് കൂടിപ്പോയി. അപ്പൊ ഫൈറ്റ് ഒരുപാട് കൂടിയപ്പോൾ ഒരുപാട് നേരം കാണുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ അത് കവറപ്പ് ചെയ്ത് ആയി വന്നിട്ടുണ്ട്. സലാറ് എന്നെ സംബന്ധിച്ച് ആവറേജ് പടം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും KGF എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് എനിക്കെന്നല്ല, ഭൂരിഭാഗം വരുന്ന ഓഡിയൻസും അങ്ങനെ തന്നെ ഈ പടം കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും പോകണ്ട, അതിന് അടുത്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് കിട്ടണം. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല. അതിനും ഒരു താഴെയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് വരാൻ കാരണം പ്രഭാസിനെ സംബന്ധിച്ചൊരു കിടിലം പടമാണ്. കാരണം പ്രഭാസിൻ്റെ അവസാനമുള്ള പടങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കിടിലം പടമാണ്. പ്രഭാസിൻ്റെ ഫാൻസിനെ ആഘോഷിക്കാനുള്ള മാസ് സാധനമൊക്കെയാണ്. പക്ഷെ ആ മാസ് പ്രശാന്ത് കൊണ്ടുവന്ന് വച്ചപ്പോൾ അവർ വേൾഡ് ബിൽഡ് ചെയ്തപ്പോൾ ഒരു 3 മണിക്കൂർ പടത്തിൽ നമുക്കൊരു മണിക്കൂറേ നല്ല മൊമെന്റ്സ് ഉള്ളൂ. ബാക്കി 2 മണിക്കൂറും ഈ വേൾഡ് ബിൽഡ് ചെയ്യാൻ ഇവരെടുത്ത ടൈമും സ്റ്റോറിയിലും സ്ക്രിപ്റ്റിലുള്ള ലാഗും, അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ടൊരു ഭയങ്കര ബോറിങ് ഫീൽ ചെയ്യും. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തു. അത് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കാരണം KGF-ലൊന്നും അങ്ങനെ നമുക്ക് ബോർ ചെയ്യേണ്ട സാധനമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ അടുപ്പിച്ചടുപ്പിച്ച് മാസ് വന്നുകൊണ്ടിരിക്കും. ഇത് അതിൽ നിന്ന് മാറ്റിയൊക്കെയാണ് എടുത്തതാണ്. പക്ഷേ KGF-ന്റെ റെപ്ലിക്കയാണ്. എന്ന് പറഞ്ഞാൽ ഖാൻസാർ എന്ന് പറഞ്ഞൊരു വേൾഡ് ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അതേ റെപ്ലിക്കയാണ്. പക്ഷെ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ പടത്തിനും വേറൊരു പാർട്ടുണ്ട്, അത് അവസാനം റിവീൽ ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ നമുക്ക് എടുത്തു പറയുന്ന മൂമെന്റ് ഇന്റർവൽ ബ്ലോക്ക് കൊള്ളാം, ക്ലൈമാക്സ് ബ്ലോക്ക് കൊള്ളാം, ക്ലൈമാക്സിലെ ട്വിസ്റ്റ് കൊള്ളാം. പക്ഷെ ബാക്കി ഇടയ്ക്കുള്ള സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കുറേ ക്ഷമിച്ച് സഹിച്ചിരുന്ന് കാണണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. മലയാളം ഡബ്ബൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് ഒരു പ്രശ്നം. പടം KGF എന്ന് പറഞ്ഞൊരു പടം മുമ്പിലുള്ളപ്പോൾ അതേ റെപ്ലിക്കയിൽ വരുമ്പോൾ കുറെ കൂടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അതോ കാസ്റ്റിംഗ് പ്രഭാസ് പൃഥ്വിരാജ് ഓക്കെ, പക്ഷെ ഒരുപാട് മിസ്കാസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ശ്രുതി ഹാസൻ വേർപ്പിച്ച് കയ്യിൽ തരും. കുറച്ച് ഫസ്റ്റ് ഹാഫിലുണ്ട് എന്നിരുന്നാലും. അതുപോലെ തന്നെ പ്രഭാസിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഈശ്വരി റാവു നല്ല ആക്ട്രസ് ആണ്. പക്ഷെ അവർക്ക് കൊടുത്ത റോള് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. പിന്നെയും ബാക്കി കാസ്റ്റിംഗ് ഒക്കെ മിസ്കാസ്റ്റിംഗ് ആണ്. ബോബി സിംഹ ഞാൻ വിചാരിച്ചു മിസ്കാസ്റ്റ് ആണെന്ന്, പക്ഷെ അല്ല. അത് ക്ലൈമാക്സിൽ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്കതൊരു രസമുണ്ട്. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ KGF നമ്മൾ കണ്ടു കഴിയുമ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ട് കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. ഇതിലങ്ങനെ സെക്കൻഡ് പാർട്ട് വന്നാൽ കാണാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. BGM നമുക്ക് KGF-ന്റെ 7 അയലത്ത് പോലും ഒരു ബൂസ്റ്റ് ബമ്പ് കിട്ടൂല. BGM ഓക്കെ എന്ന് പറയാം. രവി ബാസൂർ തന്നെയാണ്. ഇതിൽ ഈ ഒരു പടത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഫ്രെയിംസ്, പല ഷോട്ട്സ് എല്ലാം KGF-ആയിട്ട് ആൾക്കാർ സാമ്യം പറയും. അപ്പം ഇതിൻ്റെ ഔട്ട് റിസൾട്ട് വരുമ്പോൾ KGF-ന്റെ മുകളിൽ പോണ്ട, KGF-ന്റെ അടുത്ത് വരണം. പക്ഷെ അടുത്ത് പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ KGF ആ ഒരു സംഭവമായിട്ട് നിൽക്കുകയാണ്. പിന്നെ പ്രഭാസിനെ സംബന്ധിച്ച് നമുക്കൊരു ആശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ലുക്കും ആ ഒരു മാസും സ്വാഗും ഒക്കെ കുറെ കൂടി നമുക്ക് കാണാൻ രസമായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജും പ്രഭാസും വരുന്ന സീൻസും കൊള്ളാം. പൃഥ്വിരാജ് ഇന്റർവൽ ബ്ലോക്കിലാണ് വരുന്നത്. പക്ഷെ പൃഥ്വിരാജ് നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിചാരിച്ചു ഭയങ്കര ഒരു ഡെപ്ത് റോളായിരിക്കും, അല്ലെങ്കിൽ കിടിലമായിരിക്കും. അങ്ങനെ ഒരു കിടിലൊന്നും പറയാനില്ല, ഒരു ഓക്കെ റോൾ. പൃഥ്വിരാജ് അല്ല വേറെ ആർക്ക് വേണമെങ്കിലും ഈ റോൾ ചെയ്യാം. പൃഥ്വിരാജ് തന്നെ ചെയ്തേ പറ്റൂ എന്നുള്ള റോളൊന്നുമില്ല. പിന്നെ പൃഥ്വിരാജിനെ അവരിട്ടത് ഒരു ബിസിനസ് വൈസ് ആയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതുകൊണ്ട് പൃഥ്വിരാജിന് ബാക്കി കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് അവിടെയൊക്കെ ടോക്ക് വരുമായിരിക്കും. പക്ഷെ ഭയങ്കര ഒരു കരിയർ മൈൽസ്റ്റോൺ ഒന്നും പറയാനൊന്നുമില്ല. അതെ, മീറ്റ് ചെയ്തു. പക്ഷെ നമ്മള് സെക്കൻഡ് പാർട്ടിന് വേണ്ടി നല്ലൊരു ബിൽഡപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് അടിപൊളിയാവുന്ന എന്തായാലും ഉറപ്പാണ്. പൃഥ്വിരാജ് നല്ല കിട്ടുന്ന റോളാണ്. ഇമോഷണൽ സെക്കൻഡ് ഹാഫ് ഇമോഷണലാണ് കുറച്ചുകൂടി സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് പഞ്ച് മാസൊക്കെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കാനുള്ള ഇമോഷനിലാണ് പോകുന്നത്. കിടിലമായിട്ട് പിന്നെ നല്ല പ്രഭാസിന്റെ ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്ന ലെവലിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ആ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്റർവെൽ പഞ്ച് കിടിലമായിരുന്നു. അതിനുവേണ്ടി ഒരു ഒന്നുകൂടെ പണം കാണാൻ നടക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്. പൃഥ്വിരാജ് പകുതിക്ക് ശേഷം അടിപൊളി, ഇന്റർവെല്ലിന് ശേഷം അടിപൊളിയാണ്. എക്സ്പെക്ടേഷൻ നമ്മൾ KGF മുന്നേ കണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, വലിയ സുഖം തോന്നിയില്ല. പൃഥ്വിരാജ് പിന്നെ സൈഡാക്കി നിർത്തിയതുപോലെ തോന്നി. സൂപ്പർ. ടു ബി ഫ്രാങ്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ്. പിന്നെ മേക്കിംഗ് വാസ് നൈസ്, ബട്ട് ഡയലോഗ് ഡെലിവറി പത്തറ്റിക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്ത് കാണാൻ പോകുന്നതല്ല. പക്ഷേ എന്തെങ്കിലും ഡയറക്ടറിന്റെ ഫിലിമിനാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. പക്ഷേ ഡയലോഗ് ഡെലിവറി ഭയങ്കര പത്തറ്റിക് ആയിരുന്നു. അങ്ങനെ കാര്യം ഒരുപാട് ക്യാരക്ടേഴ്സും ബാക്കിയെല്ലാം കൂടെ വന്നപ്പോഴേ
ആ ഒരു ഇന്ത്യൻസ് കണക്ഷൻ ഒന്നും വർക്കായില്ല, എസ്പെഷ്യലി വിത്ത് പ്രഭാസ് ആൻഡ് നമ്മുടെ രാജീവ്. ഇമോഷണലൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അൺഈക്വൽ ആയിട്ടാണ് കാണാൻ സാധിച്ചത്, എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി. ആ ഇന്റർവ്യൂവിന് ശേഷമുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര പദ്ധതിക്കായിരുന്നു. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ KGF നമ്മൾ ആ എൻറ്റയർ നീളം നമ്മൾ റോക്കി ബോയ് മാത്രം മതി, യശ് മാത്രം മതി. പക്ഷെ ഇതിൽ ആ ഒരു കണക്ഷനാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു ഞാൻ പേഴ്സണലി ഡിസപ്പോയിന്റഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് അങ്ങനെയല്ല, ആ ഒരു ക്വാളിറ്റി കണ്ടന്റ് എനിക്ക് കാണാൻ സാധിച്ചില്ല. നല്ല വിഷ്വൽസും കാര്യങ്ങളെല്ലാം അടിപൊളിയായി. എക്സ്പെക്ടേഷൻ ലെവൽ മോശമാക്കിയിട്ടില്ല.